ഹലോ, ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് ചെയ്താലോ? അപ്പോൾ ലണ്ടനിൽ വന്ന ടൈം മുതലേ നമ്മളുടെ ആഗ്രഹമാണ് ലാവണ്ടർ ഫാം, ട്യൂലിപ്പ് ഫാം, അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ കുഞ്ഞി ഉണ്ടാവുമല്ലോ. അതിലൊന്നാണ് ഞങ്ങൾ ഇന്ന് ടിക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് സ്കോട്ട്ലൻഡിലാണ് നമുക്ക് ആ ആഗ്രഹം സാധിക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തൊരു ലാവണ്ടർ ഫാം ഉണ്ട്. ഒരു 15 മിനിറ്റ്സ് ഡ്രൈവാണ് കേട്ടോ ഇവിടെ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി അങ്ങോട്ടേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പോയത്. അപ്പോൾ അവിടെ എത്തി കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ സംഭവം കുറച്ച് നാൾ തൊട്ടേ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം അവർ അത് ഹാർവെസ്റ്റ് ചെയ്യുമല്ലോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ഷോപ്പുണ്ട്, കുഞ്ഞു ഷോപ്പ്. അവിടെ പെർഫ്യൂമും ലാവണ്ടറിൻ്റെ സോപ്പും അങ്ങനെയൊക്കെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 പൗണ്ടാണ് ഒരാൾക്ക് എൻട്രി ഫീ. അങ്ങനെ നമ്മൾ ലാവണ്ടർ ഫാമിലോട്ട് കയറിയതിന് ശേഷം അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് കുറേ ഫാം ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ട പോലെ കുഞ്ഞു ഫാമാണെങ്കിലും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ രീതിയിൽ അവരെല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്പോട്ട് പോലെയൊക്കെ ഇങ്ങനെ ഫോട്ടോ സ്പോട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ നിന്ന് ലാവണ്ടർ പറിച്ചെടുക്കാം, ഒരു കുഞ്ഞ് ബൊക്കെ പോലെയൊക്കെ ആക്കാം, നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. പിന്നെ അവിടെ ഒരു കുഞ്ഞ് പ്ലേ സ്റ്റേഷൻ പോലെ കുട്ടികൾക്കൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാവണ്ടറിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കുറച്ച് യെല്ലോ കളറ് ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. വളരെ കുറച്ച് മാത്രം. പിന്നെന്താ, മാധു അവിടെ ചെന്നിട്ട് ഫുൾ ഓടിക്കളിയായിരുന്നു. പിടിച്ചിട്ട് കിട്ടണുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അവൻ അങ്ങോട്ട് ഓടി. അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരായിട്ടൊക്കെ പോയി കളിച്ചൊക്കെ നിന്നിരുന്നതാണ് കേട്ടോ. ഞങ്ങൾ നല്ല പോലെ എൻജോയ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മറ്റേ അന്യൻ സിനിമയിലുള്ള പാട്ടൊക്കെ കണ്ടപ്പം. പക്ഷെ അത് ട്യൂലിപ്പാണ്. ട്യൂലിപ്പ് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. നല്ലൊരു ഡേ ആയിരുന്നു. ലാവണ്ടർ ഫാമിൽ അവിടെ ചെന്ന് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ ഒട്ടും മറക്കാൻ പറ്റാത്ത നല്ല സ്മെല്ലാണ്. ലാവണ്ടറിൻ്റെ നല്ല സ്മെല്ലുണ്ടായിരുന്നു അവിടെ. പിന്നെ എല്ലാവരും നല്ല രീതിക്കൊക്കെ മീൻസ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് കുറേ പേര് ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ. പിന്നെ അവിടെ ഫോട്ടോഗ്രാഫറായിട്ട് വന്നിട്ട് ശരിക്കും നല്ല ഫോട്ടോ മോഡലൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും മാധവ് കരച്ചിലായി. ഞാൻ പിന്നെ അവൻ എൻ്റെ അടുത്ത് നിന്ന് പോകണ്ടായിരുന്നില്ല. അവനെടുത്ത് ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്, ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഇവർ ഈ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവനെടുത്ത് നടന്ന് അവനെടുത്ത് ആ കുന്ന് മുഴുവനും കയറി നടന്നു വരുമ്പോഴത്തേനും ഞാൻ നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞി അരുവി പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുളിക്കാൻ പറ്റും. കുറേ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് കുളിക്കണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചൊക്കെ കഴിയുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമല്ലോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ അവർ തന്നെ സ്വന്തമായിട്ട് മറ്റേ ടെൻറ്റ് പോലെ, അതെനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, ഒരു കുഞ്ഞി ടെൻ്റൊക്കെ പോലെ. ആ സംഭവമൊക്കെ ആയിട്ടാണ് അവിടെ ആൾക്കാർ കുളിക്കാൻ വേണ്ടി വന്നേക്കണം. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായാലും അവർക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ അവിടെ വെച്ച് കഴിക്കുന്നത്, കുക്ക് ചെയ്യണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ കയാക്കിങ്ങിൻ്റെ സാധനം, മറ്റേ ബോട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ളവർക്ക് അവർക്ക് അത് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു റിവർ പോലെയാണ്, അവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് അവിടെ എൻജോയ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു നെക്സ്റ്റ് വീക്ക് വരാമെന്ന്. പിന്നെ
പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷേ അത് എക്സിക്യൂട്ട് ആയിട്ടില്ല. എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എന്തായാലും എടുക്കുന്നതായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്.